വെൽക്കം ടു വൺസ് KTU 2024 സ്കീമിലെ ഒരു ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ് സോയിൽ മെക്കാനിക്സ്. ഇത് തേർഡ് സെമസ്റ്ററിലാണ് വരുന്നത്. ഇതിൽ ഫസ്റ്റ് മൊഡ്യൂളിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഞാൻ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദ കോഴ്സ് കോഡ് ഓഫ് സോയിൽ മെക്കാനിക്സ് ഇസ് PCCET 402 ആൻഡ് ഇറ്റ്സ് എ 4 credit കോഴ്സ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഇതിൽ സോയിൽ എഞ്ചിനീയറിംഗ് ടെസ്റ്റ് ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറേ സോയിൽ എഞ്ചിനീയറിംഗ് ടെസ്റ്റ് അതിൽ കുറച്ച് ഹാൻഡ് പിക്ഡ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 ടെസ്റ്റുകളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഇസ് ദ ഡിറ്റർമിനേഷൻ ഓഫ് വാട്ടർ കണ്ടന്റ്. വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ മെത്തേഡ്സ് അവൈലബിൾ ആണ്. ലൈക്ക് അവൻ ഡ്രൈയിങ് മെത്തേഡ്, പൈക്നോമീറ്റർ മെത്തേഡ്, സാൻഡ് ബാത്ത് മെത്തേഡ്, ആൽക്കഹോൾ മെത്തേഡ്, റേഡിയേഷൻ മെത്തേഡ്, കാൽഷ്യം കാർബൈഡ് മെത്തേഡ് ആൻഡ് ടോഷൻ ബാലൻസ് മെത്തേഡ്. ഇതിൽ അവൻ ഡ്രൈയിങ് മെത്തേഡാണ് ജനറലി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ആൻഡ് മോസ്റ്റ്ലി കുറച്ചുകൂടെ അക്യൂറേറ്റ് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് അവൻ ഡ്രൈയിങ് മെത്തേഡാണ്. സോ ഈ മെത്തേഡാണ് ഞാൻ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അവൻ ഡ്രൈയിങ് മെത്തേഡ് അത് പറയുന്നതിന് മുമ്പ് വാട്ട് ഇസ് വാട്ടർ കണ്ടന്റ് എന്ന് നമുക്ക് നോക്കാം. സി, വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത് മാസ് ഓഫ് വാട്ടർ ഇൻ പെർട്ടിക്കുലർ സോയിലാണ്. സോ വി ക്യാൻ കാൽക്കുലേറ്റ് വാട്ടർ കണ്ടന്റ് ആസ് W is equal to mass of water divided by mass of solids. And we usually represent it in percentage. So the equation is W is equal to MW by MS into 100 ആണ്. Where MW is the mass of water in the soil and MS is the dry mass of the soil. Okay, അപ്പോൾ ഈ mass of water ഉം mass of solids ഉം അറിയാമെന്നുണ്ടെങ്കിൽ we can easily calculate the water content. So അതാണ് ഓവൻ ഡ്രൈയിങ് മെത്തേഡിൻ്റെ ബേസിസും. നമുക്ക് മാസ് ഓഫ് വാട്ടർ കിട്ടണം, അതുപോലെ തന്നെ ഡ്രൈ മാസ് ഓഫ് സോളിഡ്സും കിട്ടണം, അല്ലെങ്കിൽ സോയിലും കിട്ടണം. അതിന് വേണ്ടിയിട്ട് ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് വി ആർ ഓവൻ ഡ്രൈയിങ് ദ സോയിൽ. ഓക്കെ, അവൻ ഡ്രൈ ചെയ്തിട്ട് ഡ്രൈ മാസ് കിട്ടും, അതുപോലെ തന്നെ ഇവാപ്പറേറ്റ് ചെയ്ത വാട്ടറിൻ്റെ മാസും കണ്ടുപിടിക്കുന്നു. ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് നമ്മൾ വാട്ടർ കണ്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ആസ് ഐ ഓൾറെഡി മെൻഷൻഡ്, കോമൺലി അഡോപ്റ്റഡ് മെത്തേഡാണ്, അതുപോലെ തന്നെ സിമ്പിൾ ലബോറട്ടറി മെത്തേഡാണ് വിച്ച് ഇസ് അക്യുറേറ്റ്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ സോയിലിനെ ഒരു 24 hours അവൻ ഡ്രൈ ചെയ്ത് അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ദാറ്റ് ഇസ് 110 ± 5 degree സെൽഷ്യസിലാണ് യൂഷ്വലി നമ്മൾ അവൻ ഡ്രൈ ചെയ്യുന്നത്. അവൻ ഡ്രൈ ചെയ്യുന്നത് ഫോർ 24 hours പീരീഡ് ആണ്. ആൻഡ് ആഫ്റ്റർ അവൻ ഡ്രൈയിങ് നമ്മൾ സോയില് പുറത്തേക്ക് എടുത്ത് അതിൻ്റെ ഡ്രൈ മാസും അതുപോലെ തന്നെ മാസ് ഓഫ് വാട്ടറും കണ്ടുപിടിക്കുന്നു. ആൻഡ് യൂസിങ് ദോസ് വാല്യൂസ് നമുക്ക് വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ബേസിസ് ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് വാട്ടർ കണ്ടന്റ് യൂസിങ് അവൻ ഡ്രൈയിങ് മെത്തേഡ്. ഓക്കെ, നമുക്കിനി അതിൻ്റെ പ്രൊസീജിയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ ഇനീഷ്യലി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ യു ക്ലീൻ ദി കണ്ടെയ്നർ വിത്ത് ലിഡ്, ഡ്രൈ ആൻഡ് വെയ്. മീൻസ് നമുക്ക് ആദ്യം ഒരു കണ്ടെയ്നർ എടുക്കണം. യൂഷ്വലി സ്റ്റീൽ കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ പോസ്റ്റ്ലൈൻ കണ്ടെയ്നേഴ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ജനറലി സ്റ്റീൽ കണ്ടെയ്നേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. കണ്ടെയ്നർ വിത്ത് എ ലിഡ് യു നീഡ് ടു ടേക്ക്. ആൻഡ് അത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് മേക്ക് ഷുവർ അത് ക്ലീൻ ആണ്, പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് അതിൻ്റെ എംപ്റ്റി വെയിറ്റ് എടുക്കണം. സോ നമ്മൾ ആ കണ്ടെയ്നർ വിത്ത് ലിഡ് തന്നെ നമുക്ക് എംപ്റ്റി വെയിറ്റ് എടുക്കാം. ആൻഡ് ലെറ്റ് ദ വെയിറ്റ് ബി M1. സോ M1 എന്ന് പറയുന്നത് കണ്ടെയ്നർ വിത്ത് ലിഡിൻ്റെ എംപ്റ്റി വെയിറ്റ് ആണ്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ടേക്ക് ദ റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് ദ സോയിൽ സ്പെസിമെൻ ഇൻ ദ കണ്ടെയ്നർ, ക്രംബിൾഡ് ആൻഡ് പ്ലേസ്ഡ് ലൂസ്ലി ആൻഡ് വേ വിത്ത് ലിഡ് ആൻഡ് കൺസിഡർ ഇറ്റ് ആസ് M2. മീൻസ് വാട്ട്, നമ്മളിതിനകത്ത് കുറച്ച് ക്വാണ്ടിറ്റി ഓഫ് സോയിൽ, വെറ്റ് സോയിൽ, നമുക്ക് ഏത് സോയിലിൻ്റെ വാട്ടർ കണ്ടന്റ് ആണോ ഡിറ്റർമിൻ ചെയ്യേണ്ടത് ആ സോയിലിൻ്റെ കുറച്ചൊരു റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ പോലെ കുറച്ച് എടുത്തിട്ട് നമ്മൾ ഈ കണ്ടെയ്നറിൽ കീപ്പ് ചെയ്യുക. ആൻഡ് കീപ് ദ ലിഡ് ഓൾസോ. ഓക്കെ, എന്നിട്ട് അതിൻ്റെ വെയിറ്റ് അഗെയിൻ ഒരു വെയിങ് ബാലൻസ് വെച്ചിട്ട് കണ്ടുപിടിക്കുക. ആൻഡ് കൺസിഡർ ഇറ്റ് ആസ് M2. അപ്പോൾ M2 എന്ന് പറയുന്നത് മാസ് ഓഫ് വെറ്റ് സോയിൽ പ്ലസ് ദി കണ്ടെയ്നർ വിത്ത് ലിഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ M1 എന്ന് പറയുന്നത് എംപ്റ്റി വെയിറ്റ് ഓഫ് ദ കണ്ടെയ്നർ വിത്ത് ലിഡ് ആയിരുന്നു. ആൻഡ് M2 എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദ കണ്ടെയ്നർ പ്ലസ് ലിഡ് പ്ലസ് ദി വെറ്റ് സോയിൽ. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദെൻ കീപ്പ് ഇറ്റ് ഇൻ ആൻ അവൻ വിത്ത് ദ ലിഡ് റിമൂവ്ഡ്
and maintain the temperature of the oven at 110 degrees plus or minus 5 degrees Celsius. ഓക്കെ, എന്നിട്ട് ഇതിനെ നമ്മൾ അവനിൽ കീപ്പ് ചെയ്യണം. അവനിൽ കീപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ യു നീഡ് ടു കീപ് ദ ലിഡ് ഓപ്പൺ. ഓക്കെ, നമ്മൾ ലിഡ് മാറ്റി വെച്ച് ഈ കണ്ടെയ്നർ ഓപ്പൺ ആയിട്ട് കീപ്പ് ചെയ്യാം. അത് അല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ ലിഡ് ക്ലോസ് ചെയ്ത് അവനിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആവുന്ന സമയത്ത് ആക്ച്വലി വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോയാലും അത് പുറത്തേക്ക് പോവില്ല. അത് ആ ടോപ്പിൽ ലിഡിൻ്റെ മുകളിൽ തന്നെ ലൈക്ക് ഇവാപ്പറേറ്റ് ചെയ്ത് അവിടെ നിന്ന് പോകും. അപ്പോൾ നമുക്ക് മാസ് ഓഫ് വാട്ടർ കണ്ടുപിടിക്കാനും പറ്റില്ല, അല്ലെങ്കിൽ ഡ്രൈ മാസ് ഓഫ് സോയിൽ കിട്ടത്തുമില്ല. അപ്പം അതുകൊണ്ട് ലിഡ് ഓപ്പൺ ചെയ്തിട്ട് വേണം നമ്മൾ അവനിൽ കീപ്പ് ചെയ്യാൻ. ഓക്കെ, അവനിൽ കീപ്പ് ചെയ്യുമ്പോൾ മേക്ക് ഷുവർ ദാറ്റ് the temperature is 110 degrees Celsius plus or minus 5 degrees Celsius. Okay, after that you need to keep the specimen in the oven for 24 hours. അപ്പോൾ നമ്മൾ വെച്ച് കഴിഞ്ഞ് 24 hours കഴിഞ്ഞ് തിരിച്ചു വരിക and you need to take it out. Okay, so every time the container is taken out for weighing, replace the lid on the container and cool the container in a desiccator and record the final mass of the container with lid with dried soil mass. അപ്പോൾ നമ്മൾ അവനിൽ നിന്ന് പുറത്തെടുത്തു, ഡെസിക്കേറ്ററിൽ വെച്ചിട്ട് അതിനെ ഒന്ന് കൂൾ ഡൗൺ ചെയ്തു. ആഫ്റ്റർ ദാറ്റ് നമ്മൾ അതിൻ്റെ ഡ്രൈ വെയിറ്റ് എടുക്കുക, ഐ മീൻ വെയിറ്റ് വെയിങ് ബാലൻസ് യൂസ് ചെയ്ത് വെയിറ്റ് എടുക്കുക വിത്ത് ലിഡ് തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് M3. അപ്പം M3 എന്ന് പറയുന്നത് മാസ് ഓഫ് കണ്ടെയ്നർ പ്ലസ് ലിഡ് പ്ലസ് ഡ്രൈ സോയിൽ ആയിരിക്കും. കാരണം അവൻ ഡ്രൈ ചെയ്ത് നമുക്ക് പുറത്ത് കിട്ടുന്ന സോയിൽ കംപ്ലീറ്റ്ലി അതിൽ വാട്ടർ കണ്ടന്റ് എല്ലാം ഇവാപ്പറേറ്റ് ചെയ്ത് പോയി ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷനിലായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് M1, M2 ആൻഡ് M3 മൂന്ന് വാല്യൂസ് ആണ് ഇതിനകത്ത് നിന്ന് ഒബ്സർവേഷൻ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ കാൽക്കുലേറ്റ് ദ വാട്ടർ കണ്ടന്റ്. ഇനി ഈ മൂന്ന് വാല്യൂസ് M1, M2, M3 ഉണ്ടെങ്കിൽ എങ്ങനെയാണ് വാട്ടർ കണ്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ, അപ്പം നമുക്കറിയാം M1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്റ്റി വെയിറ്റ് ഓഫ് ദ കണ്ടെയ്നർ ആണ്. M2 എന്ന് പറയുന്നത് കണ്ടെയ്നർ പ്ലസ് വെറ്റ് സോയിലാണ് ആൻഡ് M3 എന്ന് പറയുന്നത് കണ്ടെയ്നർ പ്ലസ് ഡ്രൈ സോയിലാണ്. ഓക്കെ, അപ്പം നമുക്ക് വേണ്ടത് വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത് മാസ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഡ്രൈ സോയിലാണ്. ഇനി മാസ് ഓഫ് വാട്ടർ കിട്ടണം എന്നുണ്ടെങ്കിൽ M1 എംപ്റ്റി മാസ് ആണ്, ഐ മീൻ എംപ്റ്റി കണ്ടെയ്നറിന്റെ വെയിറ്റ് ആണ്. M2 കണ്ടെയ്നർ പ്ലസ് വെറ്റ് സോയിലാണ്. M3 കണ്ടെയ്നർ പ്ലസ് ഡ്രൈ സോയിലാണ്. അങ്ങനെയാണെങ്കിൽ M2 മൈനസ് M3 ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വി ഗെറ്റ്? M2 മൈനസ് M3 എന്ന് പറഞ്ഞാൽ M2 കണ്ടെയ്നർ പ്ലസ് വെറ്റ് സോയിലും M3 കണ്ടെയ്നർ പ്ലസ് ഡ്രൈ സോയിലാണ്. അപ്പോൾ വെറ്റ് സോയിലിൽ നിന്ന് ഡ്രൈ സോയിൽ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? മാസ് ഓഫ് വാട്ടർ ആണ്. ഓക്കെ, സോ മാസ് ഓഫ് വാട്ടർ കിട്ടാൻ M2 മൈനസ് M3 ചെയ്യാം. ഇനി മാസ് ഓഫ് ഡ്രൈ സോയിൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടേ? നമുക്കറിയാം M1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടെയ്നറിന്റെ മാസും M3 എന്ന് പറയുന്നത് കണ്ടെയ്നർ പ്ലസ് ഡ്രൈ സോയിലുമാണ്. ഓക്കെ, അപ്പോൾ ഈ കണ്ടെയ്നർ പ്ലസ് ഡ്രൈ സോയിലിൽ നിന്ന് കണ്ടെയ്നറിന്റെ മാസ് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വി ഗെറ്റ് ദി ഡ്രൈ സോയിൽ മാസ്. ഓക്കെ, സോ M3 മൈനസ് M1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാസ് ഓഫ് ഡ്രൈ സോയിൽ കിട്ടും. ഫൈൻ, അങ്ങനെയാണെങ്കിൽ വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത് മാസ് ഓഫ് വാട്ടർ വിച്ച് ഇസ് M2 മൈനസ് M3 ആൻഡ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഡ്രൈ സോയിൽ വിച്ച് ഇസ് M3 മൈനസ് M1. സോ M1, M2, M3 വാല്യൂസ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്ട്ലി ഈ വാട്ടർ കണ്ടന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാം യൂസിങ് ദിസ് ഇക്വേഷൻ. ഓക്കെ, അപ്പം അതായിരുന്നു ഓവൻ ഡ്രൈയിങ് മെത്തേഡ്. ഈ രീതിയിലാണ് നമ്മൾ വാട്ടർ കണ്ടന്റ് ഈസി ആയിട്ട് ലബോറട്ടറിയിൽ കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഇതൊരു ടൈം കൺസ്യൂമിങ് മെത്തേഡാണ്. ബിക്കോസ് 24 hours കഴിഞ്ഞാലേ നമുക്ക് വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലി ലൈക്ക് ഇൻ ഫീൽഡ് നമ്മളൊരു പെർട്ടിക്കുലർ എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ വല്ല ഗ്രൗണ്ട് ഇംപ്രൂവ്മെൻറ്റ് ടെക്നിക്കും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സഡൻലി നമുക്ക് കോമ്പാക്ഷൻ എനർജിയൊക്കെ നോക്കി എന്തോരം പ്രോപ്പറായിട്ട് കോമ്പാക്റ്റ് ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് വാട്ടർ കണ്ടന്റ് അറിയേണ്ടി വരും. അപ്പോൾ വാട്ടർ കണ്ടന്റ് നോക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ 24 hours കഴിഞ്ഞിട്ട് പിന്നെയും വന്നിട്ട് നമുക്ക് ബാക്കി പ്രൊസീജിയർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് ഈ ഓവൻ ഡ്രൈയിങ് മെത്തേഡിൻ്റെ. ഓക്കെ, ഇനി അടുത്ത ഒരു പ്രോപ്പർട്ടി നോക്കാം, വിച്ച് ഇസ് സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, സ്പെസിഫിക് ഗ്രാവിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ ഈ മെത്തേഡ്സ് എല്ലാം അവൈലബിൾ ആണ്. വൺ ഇസ് ദി പൈഗ്നോമീറ്റർ മെത്തേഡ്, ദെൻ വി ഹാവ് ദ ഡെൻസിറ്റി ബോട്ടിൽ മെത്തേഡ്, മെഷറിംഗ് ഫ്ലാസ്ക് മെത്തേഡ്, ഗ്യാസ് ജാർ മെത്തേഡ് ആൻഡ് ഷ്രിങ്കേജ് ലിമിറ്റ് മെത്തേഡ്.
ഇതിൽ പൈക്നോമീറ്റർ മെത്തേഡ് ആൻഡ് ഡെൻസിറ്റി ബോട്ടിൽ മെത്തേഡ്സ് ആർ ദി മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെത്തേഡ്. ഓക്കെ, ഇതിൽ പൈക്നോമീറ്റർ മെത്തേഡ് യൂഷ്വലി നമ്മൾ കോഴ്സ് ഗ്രെയിൻഡ് സോയിലിനാണ് യൂസ് ചെയ്യുന്നത്. വേറെ കൂടുതലായിട്ടും സോയിലിൽ ഫൈൻ ഗ്രെയിൻഡ് പാർട്ടിക്കിൾസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെൻസിറ്റി ബോട്ടിൽ മെത്തേഡ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് പൈക്നോമീറ്റർ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം നെക്സ്റ്റ്. അപ്പോൾ ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, ഇൻ പൈക്നോമീറ്റർ മെത്തേഡ് നമ്മൾ ഒരു പൈക്നോമീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് ദ പൈക്നോമീറ്റർ. സിമ്പിൾ ഒരു ഗ്ലാസ് ജാറാണ്. ഒരു ഗ്ലാസ് ജാറും അതിലൊരു വാഷറുണ്ട്, ദെൻ ഒരു ബ്രാസ് കോണിക്കൽ ക്യാപ്പ് ഉണ്ട്. ഓക്കെ, ഈ ബ്രാസ് ക്യാപ്പിൻ്റെ ടോപ്പിൽ ഒരു ഹോൾ ഉണ്ട്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു ക്യാൻ സീ ഇറ്റ് ഇൻ ദ ഫിഗർ. ഇവിടെ ഒരു ഹോൾ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒരു സ്ക്രൂ ടൈപ്പ് കവറും ഉണ്ട്. ഇത്രയാണ് ഒരു പൈക്നോമീറ്ററിലുള്ള ഒരു ഗ്ലാസ് ജാറ്, ദെൻ ഒരു കോണിക്കൽ ബ്രാസ് ടോപ്പ്, ദെൻ ഒരു വാഷർ, ദെൻ ഒരു സ്ക്രൂ ടൈപ്പ് കവർ. ഓക്കെ, ഇനി എന്താണ് നമ്മൾ ചെയ്യുന്നതെന്ന് നോക്കാം. പൈക്നോമീറ്റർ മെത്തേഡിൽ എങ്ങനെയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. നമുക്കറിയാം സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് സോളിഡ്സ് ടു ദി ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് നമ്മളൊരു പെർട്ടിക്കുലർ വോളിയം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ സോയിൽ ആണെന്നുണ്ടെങ്കിൽ ആ സോയിലിൻ്റെ ഡെൻസിറ്റി കറസ്പോണ്ടിങ് ഡെൻസിറ്റി ഓഫ് വാട്ടർ കൺസിഡർ ചെയ്യുമ്പോഴാണ് നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നില്ല. അപ്പോൾ നമുക്ക് ബേസിക്കലി വേണ്ടത് ഒരു സോയിൽ മാസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടറിൻ്റെ മാസുമാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനീഷ്യലി പൈക്നോമീറ്റർ എടുക്കുന്നു. പൈക്നോമീറ്ററിൻ്റെ ഗ്ലാസ് ജാറ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക, എന്നിട്ട് അത് ഡ്രൈ ചെയ്യുക. Okay, so pyknometer is cleaned, dried at a temperature of 105 degrees Celsius to 110 degrees Celsius and cooled in the desiccator and weighed. Let it be M1. Okay, അപ്പോൾ ഇനീഷ്യലി നമ്മൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്ത് അതിൻ്റെ empty weight എടുക്കുക. And let it be M1. So M1 എന്ന് പറയുന്നത് പൈക്നോമീറ്ററിൻ്റെ empty weight ആണ്. Okay, അത് കഴിഞ്ഞതിന് ശേഷം about 200 to 300 gram of oven dried soil mass cooled in a desiccator is put in the bottle and the weight is taken as M2. അപ്പോൾ പൈക്നോമീറ്ററിൻ്റെ ഗ്ലാസ് ജാർ ഉണ്ട്, empty weight എടുത്തു കഴിഞ്ഞു. അതിനകത്തേക്ക് ഒരു 200 to 300 അപ്രോക്സിമേറ്റ്ലി നമ്മൾ സോയിൽ ഇടുക. മേക്ക് ഷുവർ ദാറ്റ് ദ സോയിൽ ഇസ് oven dried. അവൻ ഡ്രൈ ചെയ്ത സോയിൽ മാത്രമാണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ നമുക്ക് പൈക്നോമീറ്റർ മെത്തേഡ് വെച്ചിട്ട് തന്നെ വാട്ടർ കണ്ടന്റും ഡിറ്റർമിൻ ചെയ്യാനുള്ള പ്രൊസീജിയർ ഉണ്ട്. ഇൻ ദാറ്റ് കേസ് നമ്മൾ വെറ്റ് സോയിലായിരിക്കും എടുക്കുന്നത്. പക്ഷേ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഡ്രൈ സോയിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഒരു 200 to 300 gram ഡ്രൈ സോയിൽ ഈ പൈക്നോമീറ്ററിൽ കീപ്പ് ചെയ്യുക ആൻഡ് ടേക്ക് ദ വെയിറ്റ് ആൻഡ് ലെറ്റ് ഇറ്റ് ബി M2. അപ്പോൾ M2 എന്ന് പറയുന്നത് empty weight ഓഫ് ദ പൈക്നോമീറ്റർ ആൻഡ് ഡ്രൈ സോയിലിൻ്റെ വെയിറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി ബോട്ടിൽ is then filled with distilled water gradually, removing the entrapped air by stirring the soil or shaking the bottle. Okay, and water is filled up to the top and weight is taken. പിന്നെ എന്താ ചെയ്യുന്നത്, നമ്മൾ ഇപ്പോൾ 200 to 300 gram ഡ്രൈ സോയിൽ പൈക്നോമീറ്ററിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വാട്ടർ ഗ്രാജുവലി ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ ഒരു ഗ്ലാസ് റോഡ് വെച്ചിട്ട് നന്നായിട്ട് സ്റ്റിർ ചെയ്യുക, സോ ദാറ്റ് അതിനകത്ത് എൻട്രാപ്ഡ് ആയിട്ടുള്ള എയർ എല്ലാം റിമൂവ് ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ടോപ്പ് വരെ, ഗ്ലാസ് ജാറിൻ്റെ ടോപ്പ് വരെ നമ്മൾ വാട്ടർ ഫില്ല് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് ഈ ബ്രാസ് കോണിക്കൽ ക്യാപ്പ് വയ്ക്കുക. ഫില്ല് ചെയ്യുമ്പോൾ എഗെയിൻ ഈ ഗ്ലാസ് റോഡ് വെച്ച് നന്നായിട്ട് സ്റ്റിർ ചെയ്യാൻ മറക്കാതിരിക്കുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഈ ബ്രാസ് കോണിക്കൽ ക്യാപ്പ് വയ്ക്കുന്നു. സോറി, ഫസ്റ്റ് വാഷർ വയ്ക്കണം, അത് കഴിഞ്ഞിട്ട് വേണം ക്യാപ്പ് വയ്ക്കാൻ. ഓക്കെ, ക്യാപ്പ് വയ്ക്കുന്നു. ദെൻ ഈ സ്ക്രൂ ടൈപ്പ് കവർ വെച്ചിട്ട് അത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഈ കോണിക്കൽ പോർഷനിൽ വാട്ടർ ഫില്ല് ആവാനുണ്ട്. അതിന് നമുക്ക് വല്ല വാഷ് ബോട്ടിൽ യൂസ് ചെയ്തിട്ട് ടോപ്പിലുള്ള ഹോൾ വഴി വാട്ടർ ഫില്ല് ചെയ്യാം. അങ്ങനെ ഏറ്റവും ടോപ്പ് വരെ വാട്ടർ ഫില്ല് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അഗെയിൻ യു ടേക്ക് ദ വെയിറ്റ്, ലെറ്റ് ഇറ്റ് ബി M3. ഫൈൻ. സോ M3 എന്ന് പറയുന്നത് പൈക്നോമീറ്റർ പ്ലസ് ഡ്രൈ സോയിൽ പ്ലസ് വാട്ടറിൻ്റെ വെയിറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫൈനലി ദ ബോട്ടിൽ ഇസ് emptied completely and thoroughly washed and clean water is filled to the top and weight is taken. Let it be M4.
അപ്പോൾ ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പൈക്നോമീറ്ററിൽ ഇപ്പോൾ ഓൾറെഡി വാട്ടറും സോയിലും ഉണ്ടല്ലോ, അതെല്ലാം റിമൂവ് ചെയ്യുക, നന്നായിട്ട് വാഷ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് വാട്ടർ മാത്രം വെച്ച് കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യാം. സോയിലൊന്നും വേണ്ട, ജസ്റ്റ് പൈക്നോമീറ്ററിൽ വാട്ടർ ഫില്ല് ചെയ്യുക, ടോപ്പ് ലെവൽ വരെ ഫില്ല് ചെയ്യുക. എന്നിട്ട് കോണിക്കൽ ക്യാപ്പ് എല്ലാം വെച്ച് ക്ലോസ് ചെയ്ത് പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്യുക. എന്നിട്ട് വാഷ് ബോട്ടിൽ വെച്ചിട്ട് വീണ്ടും ഹോള് വഴി വാട്ടർ ഫില്ല് ചെയ്യുക. ടോപ്പ് വരെ ആ ഹോള് വരെ ഫില്ല് ചെയ്യുന്ന രീതിയിൽ വാട്ടർ ഫില്ല് ചെയ്യുക. ഓക്കെ, എന്നിട്ട് വീണ്ടും വെയിറ്റ് എടുക്കുക ആൻഡ് ലെറ്റ് ഇറ്റ് ബി M4. അപ്പോൾ M1, M2, M3, M4 4 വാല്യൂസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് പൈക്നോമീറ്റർ മെത്തേഡിൽ സ്പെസിഫിക് ഗ്രാവിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. സോ M1 എന്ന് പറഞ്ഞത് എംപ്റ്റി വെയിറ്റ് ഓഫ് ദി പൈക്നോമീറ്റർ ആയിരുന്നു. ആൻഡ് M2 എന്ന് പറഞ്ഞത് പൈക്നോമീറ്റർ പ്ലസ് ഡ്രൈ സോയിലാണ്. ഇത് ഡ്രൈ സോയിലാണ്. ഓക്കെ, ആൻഡ് M3 എന്ന് പറയുന്നത് പൈക്നോമീറ്റർ പ്ലസ് ഡ്രൈ സോയിൽ പ്ലസ് വാട്ടർ ആണ്. ആൻഡ് M4 ഇസ് പൈക്നോമീറ്റർ പ്ലസ് വാട്ടർ ആണ്. ഓക്കെ, അപ്പോൾ ഈ 4 വാല്യൂസും ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ സ്പെസിഫിക് ഗ്രാവിറ്റി G is equal to M2 minus M1 divided by M2 minus M1 minus M3 minus M4. അപ്പോൾ ഈ വാല്യൂസ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി. ഓക്കെ, അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ് M1, M2, M3, M4 എന്നത് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ ഉണ്ടാവണം. M2, M3, M4 ഏതെങ്കിലും ഒരെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ആൻസർ റോങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ ഇതേ സീക്വൻസിൽ തന്നെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് റീകളക്ട് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ അത്രയാണ് പൈക്നോമീറ്റർ മെത്തേഡിൽ സ്പെസിഫിക് ഗ്രാവിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇന്നത്തെ സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഡിറ്റർമിനേഷൻ ഓഫ് വാട്ടർ കണ്ടന്റ് ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതായത് ഫസ്റ്റ് മൊഡ്യൂളിൽ കുറേ എഞ്ചിനീയറിംഗ് ടെസ്റ്റ് അതേ, എസ്പെഷ്യലി നമ്മുടെ സോയിൽ മെക്കാനിക്സ് ലാബ്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ലാബ് കോഴ്സിൽ വരുന്ന വളരെ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ എക്സ്പെരിമെൻറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയർ എല്ലാം നമ്മൾ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ ജസ്റ്റ് അവൻ ഡ്രൈയിങ് മെത്തേഡ് വെച്ചിട്ട് വാട്ടർ കണ്ടന്റ് ഡിറ്റർമിൻ ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ പൈക്നോമീറ്റർ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെയാണ് സ്പെസിഫിക് ഗ്രാവിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നതെന്നുമാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കിയിരുന്നത്. അപ്പോൾ അത്രയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ്. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.